ഹലോ ഗൈസ്, ഞാൻ ശോഭ സോമനാഥ്. പാവപ്പെട്ട വീട്ടിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം. എൻ്റെ അമ്മച്ചി ഓരോ കോസ്റ്റ്യൂമിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിങ്സ് വേണം, ഓർണമെൻറ്റ്സ് വേണം, ഹെയർ സ്റ്റൈലും അതുപോലെ ആയിരിക്കണം. അല്ല തോന്നിയതുപോലെ ഇങ്ങനെ സാരിക്ക് പറ്റുന്ന രീതിയിൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒരു സ്റ്റൈലിഷ് ഇല്ലാത്ത രീതിയിൽ വന്നിട്ട് ഞാൻ ഇത്ര രൂപ കൊടുത്ത് വാങ്ങിച്ച ലഹങ്കയാണ്, എനിക്കത് പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണം. പക്ഷേ ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല. കൊറിയർ സർവീസ് പാവപ്പെട്ടവർ തന്നെ അതങ്ങ് വഹിക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഗൈസ്. എന്താണെന്ന് വെച്ചാലേ എൻ്റെ ഹസ്ബൻഡ് പൈസ തരുന്നില്ല. നിങ്ങൾ കണ്ടതല്ലേ, ഷാർജയിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസിനകത്ത് മെഡിമിക്സ് സോപ്പായിരിക്കുന്നു. ഗ്രാൻഡ് മാളിൽ പോയാൽ പോലും മെഡിമിക്സ് സോപ്പ് കിട്ടത്തില്ല ഷാർജയിൽ. അപ്പോഴാ ഓരോ നമ്പറും കൊണ്ട് വന്നേക്കുക, പുതിയ ഓരോ നമ്പർ. ഈ പാക്കറ്റായിട്ട് ഇവിടെ തന്നെ കിട്ടും, ചെറിയ പാക്കറ്റുകൾ. ബദാം, പിസ്ത, അതുപോലെ ഇച്ചിരി വില കൊടുത്താൽ കിട്ടും അവിടുത്തെ മിഠായികൾ. അമ്മച്ചി പറയുന്നത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് ഷാർജയിൽ നിന്ന് പൊതി കൊടുത്ത് കിട്ടും. നമുക്കും കെട്ടിയവന്മാരൊക്കെ ഉള്ളതാണ്. അവരൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാവുന്ന. ഫസ്റ്റ് പറയുവാണെങ്കിൽ എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് കാർട്ടൂൺ നിറച്ചാണ്. അതിനകത്ത് എവിടുന്ന് എങ്ങോട്ട് എന്നുള്ള ഇതുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ഒരു പാക്കറ്റാണെങ്കിൽ പോലും എവിടുന്ന് എങ്ങോട്ട് എന്നുള്ളതിലും ഉണ്ട്. ഒരു കാർബൺ കളറിലെ ടേപ്പ് എടുത്തിട്ട് കുറേ സാധനങ്ങൾ നീ തന്നെ വാങ്ങിച്ച് അതിനകത്ത് തന്നെ വെച്ചിട്ട് ചല്ലിമിക്ക അയച്ചതാണ് കേട്ടോ ഗായ്സ്. ഞാനൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. എൻ്റെ അങ്ങേയറ്റം ഇവിടെ തന്നെ കാണും, വഴിക്ക് പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ കാണാറുണ്ട്. അത്തറ് കുറേ വാങ്ങിച്ച് ഇങ്ങനെ വെച്ചിട്ട് ആ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ മൂക്കിനെ തരച്ച് കയറുമ്പോൾ ഉള്ള ഇത് എനിക്ക് അറിയാവുന്നതാണ്. അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഇച്ചിരി ക്വാളിറ്റിയുള്ള ഐറ്റംസ് എടുത്ത് കാണിക്കാൻ നോക്കുന്നീ. അപ്പം നമ്മുടെ തള്ളച്ചി പറയുന്നത് എന്തോന്ന് കേട്ടിട്ട് വരാം നമുക്ക്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതും കാണിക്കാം. ഇതെൻ്റെ കോസ്റ്റ്യൂം, ലഹങ്ക.